നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സന്ദീപ് എന്നെ കിട്ടുന്ന ഓർത്തും അവൾക്ക് വല്ല അറ്റാക്കും വന്നതാണോ? എന്റെ സംശയം അതല്ല. സച്ചി വന്നിട്ട് പോയാ മതി എന്ന് അർച്ചന വാശി പിടിച്ചിട്ടും നമ്മൾ പോകാനിറങ്ങിയപ്പോ തന്നെ ഇവക്ക് ബോധക്ഷയം വന്നതെങ്ങനെയാ? ചേച്ചി അനിയത്തിയും ചേർന്ന് വല്ല നാടകവും കളിക്കുവാണോ ഇനി? നീയൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇന്ന് നിന്റെ വിവാഹം ഈ ചേച്ചി നടത്തും. അതിനി മുഹൂർത്തം തെറ്റിയാലും ശരി, അവൾ അവിടെ കിടന്ന് ചത്താലും ശരി. എന്താ ഡോക്ടർ, എന്തു പറ്റിയതാ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണോ? ഇനിയിപ്പോ വേണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരണം. എന്താ എന്താ അവൾക്ക് പറ്റിയത്? ഇത് അസുഖമൊന്നുമല്ല, ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. നീ ഞങ്ങളെ ചതിച്ചല്ലേടി? കൊല്ലുന്നില്ല ഞാൻ. ഞാൻ നിങ്ങളെ കൊല്ലും. അതെ, മതിയാക്ക്. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാ ഇത്. ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അത് നശിപ്പിക്കരുത്. എന്തായാലും ആതിര ഗർഭിണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി അതിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് അവന് തന്നെ കെട്ടിച്ചോടുത്ത് ആ നാണക്കേടങ്ങ് മാറ്റണം. ഞാൻ ആതിരെ ഒരു തരത്തിലും കുറ്റം പറയില്ല കേട്ടോ. നടത്താനിരുന്ന വിവാഹം മുടങ്ങിയ ശേഷം അവളെ വേഗം മറ്റൊരാളെ കണ്ടുപിടിച്ച് കെട്ടിക്കണമെന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞതല്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മണ്ഡപത്തിലെത്തണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കാര്യം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഇവിടെയെങ്കിൽ ഇവിടെ, അവിടെ വൃന്ദാവനത്തിലാണെങ്കിൽ അങ്ങനെ. ഇവിടുന്ന് ആരും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യില്ല.
ഇടപെട്ട് നാണക്കേടുണ്ടാക്കാനും കുടുംബത്തിന്റെ സൽപ്പേര് കളയാനും ഇവിടെ ആർക്കും താല്പര്യമില്ല. അച്ഛാ, സന്ദീപൻ, അനക്കേ, നിങ്ങൾ പോയി വണ്ടി കയറ്, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? എടാ, അതൊക്കെ അവര് നോക്കിക്കോളും. അവൾ എവിടെയോ പോയി ഗർഭമുണ്ടാക്കിന്ന് വെച്ച് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവന്തികേ, കുറെ നേരമായി ഞങ്ങളെ പരിഹസിക്കുന്നു. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞാൻ എന്ത് പരിഹസിച്ചു? ഞാൻ പറഞ്ഞതുള്ളതല്ലേ. ഇത് കൊള്ളാലോ. ഇതിപ്പോ എല്ലാം കൂടെ എന്റെ കുറ്റമായോ? അനിയത്തി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ദേഷ്യം എന്നോടല്ല രൂപയെ തീർക്കേണ്ടത്. സന്ദീപേ, നീ വരാൻ നോക്ക്. എടാ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അനൂപേ, നമുക്കിറങ്ങാം. ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി സംസാരിക്കാം. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ട് പോയാ മതി എല്ലാരും. നിന്റെ ഏട്ടത്തിയുടെ അനിയത്തിയുടെ ഒരു പ്രശ്നം, അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട്. അതെ, ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. സന്ദീപേ, നീ എന്തൊക്കെ? സത്യമാണ് എടുത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.